നമസ്കാരം. കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഒരു വലിയ രാജിപ്രഖ്യാപനം വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മത്സരിച്ച ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ 18 വർഷത്തെ തന്റെ പൊതുജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്ര. എങ്ങനെ അവസാനിപ്പിക്കാതിരിക്കും? ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഉച്ച വരെ സ്വന്തം ഫോട്ടോ വെച്ച് സ്വന്തം ചാനലിലൂടെ ഞാനാണ് രണ്ടാമത്തെ കേന്ദ്രമന്ത്രി, കേന്ദ്രമന്ത്രിസഭയിലേക്ക് രണ്ടാം ഊഴത്തിൽ ഇതാ രാജീവ് ചന്ദ്രശേഖർ വരുന്നു എന്ന രീതിയിൽ കോട്ടൊക്കെ തച്ചു വെച്ച് ഞാൻ തന്നെ എൻ്റെ ചാനലിലൂടെയും പിന്നെ ഞാൻ പൈസ കൊടുത്ത കുറെ ചാനലിലൂടെയൊക്കെ വലിയ പ്രൊപ്പഗാൻഡ നടത്തി. പക്ഷെ എന്ത് ചെയ്യാൻ? വിശ്വഗുരു ഒടുവിൽ പറഞ്ഞു, ആ മൊണ്ണെ ഇനി എന്ത് എൻ്റെ മന്ത്രിസഭയിൽ വേണ്ട, വെറും പാഴാണ്. അതായത് കർണാടകയിൽ എങ്ങനെ പോയി ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് ഇനി മന്ത്രിസ്ഥാനം ഒന്നും പറഞ്ഞ് ഈ വഴി നടക്കരുതെന്നുള്ള നോട്ടീസ് അടിച്ച് അങ്ങോട്ടേക്ക് കൈ കൊടുത്തു. അത് കൈ കിട്ടിയ ഉടനെയാണ് ഹൃദയം പൊട്ടിക്കൊണ്ട്, അതായത് ഇത്രയും കാലം ഞാൻ ഒരു സ്വയം സേവകനായിരുന്നു, 18 വർഷമായി പൊതുരംഗത്ത് ഒരു പൊതുസേവകനായിട്ട് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ട്രോളുന്നുണ്ട്, ഈ പൊതുപ്രവർത്തനം എപ്പോഴാണ് തുടങ്ങിയെന്നുള്ള ചോദ്യം. കാര്യം അതൊന്നും ചോദിക്കരുത്. ഒരാൾ ഹൃദയം പൊട്ടി നിൽക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ പരിഹസിക്കരുത്. ആ പറയുന്ന കാര്യത്തെ നിങ്ങൾ സീരിയസ് പൂർവ്വം കേൾക്കണം. എന്തായാലും ഇംഗ്ലീഷിലാണ് ഇപ്പോൾ അദ്ദേഹം സ്വന്തം വിടവാങ്ങൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്, ഫേസ്ബുക്കിലൂടെ. കാര്യം നമ്മുടെ വിശ്വഗുരുവിനെ സംബന്ധിക്കുന്നിടത്തോളം മൈ ഫ്രണ്ട്, അതുകൊണ്ട് ഇത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അദ്ദേഹത്തിന് മനസ്സിലാകാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. കാര്യം ചിലപ്പോൾ ഒരു പുനർവിചിന്തനം നടത്തുകയാണെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അറിയുകയാണ് ഇങ്ങനെ ഒരു രാജ്യപ്രഖ്യാപനം വന്നിട്ടുണ്ട്, പൊതുജീവിതം അവസാനിപ്പിച്ചിരിക്കുകയാണ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് തോറ്റ് ഊപ്പാട് വന്ന് അതും കൂടി ആയപ്പോൾ ഈ ബിൽഡപ്പ് എല്ലാം അവസാനിച്ചു, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഈ രാജ്യത്ത് എവിടെ നിന്നാലും ജയിക്കുമെന്നൊക്കെ ആയിരുന്നു പൈസയുടെ ബലത്തിൽ വിശ്വഗുരുവിനെ ബോധിപ്പിച്ചത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി ബോധ്യപ്പെട്ടു ഒരു കാര്യമില്ല, വെറും ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരു IT മന്ത്രി വേണ്ട എന്ന തീരുമാനമെടുത്തത്. അതിന്റെ വിഷമം ഹൃദയം പൊട്ടി എഴുതിയിരിക്കുന്നു എന്ന് കേൾക്കാം നമുക്ക്. ടുഡേ കർട്ടൻസ് ഡൗൺ ഓൺ മൈ 18-year stint of public service. Office 3 years I had the privilege to serve with my PM Narendra Modi ji's team Modi 2.0. I certainly didn't intend to end my 18 years of public service as a candidate who lost an election, but that's how it's turned out. My deepest thanks to all those I met, all those who supported me, and in particular all those karyakartas and leaders who so inspired and energized me. Thanks also to my colleagues in government over last 3 years. As a Bharatiya Janata Party karyakarta, I will continue to support and work in party. ഇതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ആ ഹൃദയനിർഭരമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്നലെ ഈ സമയത്തൊക്കെ കേന്ദ്രമന്ത്രിയാണ്, കോട്ടൊക്കെ അടിച്ച് തയ്പ്പിച്ച് റെഡിയായിരിക്കുന്ന ഒരു മനുഷ്യനെ താനല്ല, യാതൊരു കഴിവും ഇല്ല, ഒരു ചാനൽ പോലും ഇല്ലാത്ത ഏതോ ഒരു ജോർജ് കുര്യൻ, എന്നോടൊക്കെ താരതമ്യം ചെയ്യാൻ ഏതാണ് ഈ ജോർജ് കുര്യൻ, ഇങ്ങനെയുള്ള ഏതൊക്കെ മരപ്പാഴിനൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് ഞാൻ എന്ന കോടീശ്വരനെ ഒഴിവാക്കിയെങ്കിൽ ഇനി എനിക്ക് ഇതിൽ തുടരാൻ പറ്റില്ല. കാര്യം വലിയ പ്രതീക്ഷകളുമായിട്ടാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നത്. സ്വന്തമായിട്ടൊരു ചാനലുണ്ട്, ഞാനെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു ആവേശമാണെന്നൊക്കെ പറഞ്ഞു വന്നു. ശശി തരൂരിന്റെ മുന്നിൽ പൈസയൊക്കെ ഇറക്കി വലിയ പൊളപ്പ് പൊളന്നെങ്കിലും 15,000 വോട്ടിന് തോൽപ്പിച്ച് മൂലക്കിരുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും പൈസ പൊടിച്ചിട്ടും വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ വിശ്വഗുരുവിന് മനസ്സിലായി ഇതിനെ കൊണ്ട് ഒന്നും നടക്കില്ല എന്ന്. കാര്യം ഈ കേന്ദ്രമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം എന്താണ് കർണാടകയിൽ ചെയ്തതെന്നുള്ള ചോദ്യത്തിന് ഒരിടത്ത് പോലും ഉത്തരം പറയാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞ 3 വർഷം നരേന്ദ്രമോദി സർക്കാരിൽ ഇരുന്ന് ആനന്ദിച്ച് തന്റെ കച്ചവടം എല്ലാം ബലപ്പിച്ച് വരികയായിരുന്നു. ഇപ്പോ താൻ കുറെ ഡീലുകളെല്ലാം ഉറപ്പിച്ചു വെച്ചിരുന്നു, കേന്ദ്രമന്ത്രി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഡീലുകൾ വരാനുണ്ട്, ഞാൻ മന്ത്രിയായിട്ട് വരും, അതെല്ലാം ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ പല വാഗ്ദാനങ്ങളൊക്കെ പലരുമായിട്ട് പറഞ്ഞു വെക്കുകയും ഡീലുകൾ ഉറപ്പിച്ചു വെക്കുന്ന സാഹചര്യം എത്തിയപ്പോൾ എല്ലാം പൊളിഞ്ഞു. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഫ്ലോപ്പ്. അപ്പോ സ്വാഭാവികമായിട്ടും മാനസികമായി തകരുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനി അഭിമാനമുണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. കാര്യം ഇദ്ദേഹത്തിന് നല്ല വാഗ്ദാനമായിരുന്നു, ഒരിക്കൽ കൂടി എന്റെ മന്ത്രിസഭയിൽ രാജീവേ നീ ഉണ്ടാവുമെന്ന് വിശ്വഗുരു പറഞ്ഞിരുന്നു. അവസാനം വിശ്വഗുരു ഇപ്പൊ കണ്ട മൈൻഡ് പോലും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 3ാമത്തെ സ്ഥാനാരോഹണത്തിൽ നിന്ന് പോലും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാം അവിടെ പറക്കിക്കെട്ടി എത്തിയിട്ടുണ്ട്. കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വന്നവരെ ചായ കുടിച്ചിട്ട് പോകുന്നത് മോഡിജി വിളിച്ചു പറഞ്ഞു എന്ന രീതിയിലാണ് ഇവിടെ നിന്ന് പറക്കിക്കെട്ടി അവിടെ പോയിരിക്കുന്നത്. അതിനോടൊപ്പം ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി പിൻവലിഞ്ഞു നിന്നു. അദ്ദേഹം എന്നതിന് ശേഷം അദ്ദേഹം ഏതാനും മിനിറ്റുകൾ, അതായത് നരേന്ദ്രമോദിയുടെ സ്ഥാനാരോഹണത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുന്നെയാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതൊരു വലിയ ചർച്ചാ വിഷയമാകെ എന്റെ ചാനലിനെ കൊണ്ട് ഞാൻ അത് ചർച്ചയിച്ച് മോഡിജിയുടെ അടുത്തെത്തിച്ച് ചിലപ്പോ ഒരു പുനർവിചിന്തനം നടത്തിയ കേന്ദ്രമന്ത്രി സ്ഥാനം എനിക്ക് തന്നാലാ എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടെന്ന് ചില BJP-ക്കാർ തന്നെ കരക്കമ്പിയായിട്ട് ഇറക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹം പോയത് എന്ന വാർത്ത മാതൃഭൂമി പോലൊരു ചാനൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ അടിയിലൊക്കെ ആൾക്കാർ ഏറെ ട്രോൾ കണ്ടു.
എപ്പോ പൊതുപ്രവർത്തനം നടത്തി? ഇതാണ് നല്ലത്. കാര്യം കച്ചവടമൊക്കെ നടത്തി ജീവിക്കുന്നതാണ് നല്ലത്. അല്ല കേന്ദ്രമന്ത്രിയായിട്ട് ഇരുന്നിട്ട് ഈ നാടിന് ഒരു ഗുണമില്ല എന്ന് പറയണം. കാര്യം ഇദ്ദേഹത്തിന്റെ 3 വർഷത്തെ കേന്ദ്രമന്ത്രി പദവി എടുത്ത് പരിശോധിച്ചാൽ ഒരു നാടിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റുമായിട്ട് തേരാപ്പാര നടന്നു. ഒരു ചുക്ക് സംഭവിക്കില്ല. പിന്നെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുക ഒരു മുതലാളി എന്നുള്ള രീതിയിൽ എനിക്ക് പ്രത്യേക കഴിവുണ്ട്. അത് വാരിക്കോരി കൊടുത്ത് കുറച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ വീഴുന്നവരല്ല. തലസ്ഥാനത്തുള്ളവർക്കെല്ലാം തൃശ്ശൂരുള്ളവരെ പോലെ ഭക്തി കൂടിയവരല്ല, കുറച്ച് ചിന്താശേഷി കൂടി ഉള്ളവരുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലിരിക്കേണ്ടി വന്നത്. ആ വീട്ടിലിരുന്ന് ഞാൻ അടുത്ത ഒരു തവണ കൂടി കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട്, രാജ്യസഭാ സീറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു സാധ്യതയില്ല. ടാറ്റ ബൈ ബൈ ഓക്കെ സി യു എന്ന് വിശ്വഗുരു അദ്ദേഹം അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇതിൽ തുടരുന്നതിൽ അർത്ഥമില്ല, ഞാനും എന്റെ കച്ചവടമായിട്ട് എന്റെ വഴി പോകുന്നു എന്ന അർത്ഥത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരൊറ്റ BJP നേതാക്കന്മാർ ദൈവം സഹായിച്ച് വിളിക്കുകയോ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയോ ചെയ്തില്ല എന്നുള്ള ഒരു അറിവും കൂടി കിട്ടുന്നുണ്ട്. കാര്യം മാക്സിമം തിരുവനന്തപുരത്ത് നിന്നപ്പോൾ ഊറ്റിയെടുക്കാൻ പറ്റി. ഇനി ഇങ്ങനെ കൊണ്ട് ഒരു ഗുണമില്ല, പോണെങ്കിൽ പോട്ടെ, ഞങ്ങൾ അധികാരത്തിൽ എത്തി, ഇനി 5 വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് ഇത്രയും കാലം സഹിച്ചതിന് നന്ദി എന്നാണ് അവർ തിരിച്ചങ്ങോട്ട് പറയുന്നത്. എന്തായാലും മന്ത്രിസഭ മോഹിച്ചിരുന്ന എത്ര പേരാണ് ഉള്ളതെന്ന് നോക്കിയേ. നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡു അല്ല, അതിനേക്കാൾ വലിയ അധികാരമോഹികൾ ഇപ്പോ BJP പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. ഒരു ഇലക്ഷൻ തോറ്റതിന് ശേഷം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്നു, തനിക്ക് ഇഷ്ടംപോലെ സമ്പത്തും ഒരു ചാനൽ സ്വന്തമായിട്ടുള്ള എന്റെ അടുത്ത് ഇത് കാണിച്ചെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല എന്നുള്ള രീതിയിലാണ് ഹൃദയം പൊട്ടി രണ്ടിതും അടിച്ചുകൊണ്ട് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.